ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ വിനായകൻ വാ തുറന്നു, എന്തൊക്കെയോ പുലമ്പി, എന്തൊക്കെയോ മാലിന്യങ്ങൾ വിസർജിച്ചു വെച്ചു സോഷ്യൽ മീഡിയയിൽ. വീണ്ടും VS അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ മരണസമയത്തും വിനായകൻ വാ തുറന്നിട്ടുണ്ട്. എന്താണ് പറഞ്ഞേക്കുന്നത്? അതായത് VSന്റെ വിലാപയാത്രയിൽ പിന്നെ കണ്ണേക്കരളെ VS ഞങ്ങളുടെ ചെങ്കില റോസാപ്പൂവെ മരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ജീവിക്കുന്നു ഞങ്ങളിലൂടെ അണികളിലൂടെ എന്നൊക്കെ പറഞ്ഞ് ഈ മുദ്രാവാക്യം മുഴക്കിയവരുടെ കൂട്ടത്തിൽ ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഇയാൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ നോക്കിയപ്പോഴാണ് വിനായകൻ. അപ്പോൾ ഇതൊക്കെ എടുത്ത ആളുകൾ സോഷ്യൽ മീഡിയ ട്രോളിയിട്ട് ചോദിച്ചു, ഇപ്പൊ VS ചത്തതല്ലേ എന്ന് ചോദിച്ചു. നമ്മളല്ല, സോഷ്യൽ മീഡിയയിലുള്ളവർ ചോദിച്ചു. അപ്പൊ ഈ സ്വാഭാവികമായിട്ട് ഇയാൾക്ക് ഹാലിളകി, ഇയാളെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു. ഇയാൾ എന്നിട്ട് പറയാണ്, എന്റെ തന്തയും ചത്തു, സഹാബ് VSും ചത്തു, ഗാന്ധിയും ചത്തു, നെഹ്റുവും ചത്തു, ഇന്ദിരയും ചത്തു, രാജീവും ചത്തു, കരുണാകരനും ചത്തു, ഹൈബിയുടെ തന്ത ജോർജ് ഈഡനും ചത്തു, നിന്റെ അമ്മയുടെ നായര് ചാണ്ടിയാണേൽ അയാളും ചത്തു. അതായത് നിന്റെ അമ്മയുടെ നായര് ചാണ്ടിയാണേൽ അയാളും ചത്തു, ചത്തു ചത്തു ചത്തു. എന്നിട്ട് ഒരു പട്ടിയെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയും അയാളുടെ മുഖം കണ്ടാൽ തന്നെ ഒരു ക്രൂര മുഖത്തോടു കൂടി നിൽക്കുന്ന ഫോട്ടോ. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതാക്കിയത് ചാണ്ടി ഉമ്മനെയാണ് ഇയാൾ ടാർഗറ്റ് ചെയ്യുന്നത്. കോൺഗ്രസിനാണ് മൊത്തത്തിൽ ടാർഗറ്റ് ചെയ്തത്. ഒരു VSന്റെ പേരേ ഉള്ളൂ, ബാക്കി രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി, പിന്നെ വേറെ കരുണാകരൻ, പിന്നെ ഹൈബിയുടെ അച്ഛനെ വിളിച്ചു. പിന്നെ ഈ തലയ്ക്ക് സ്ഥിരയില്ലാത്തവർ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഇവരാരും പരാതിയൊന്നും കൊടുക്കാൻ പോകുന്നു തോന്നുന്നില്ല. എങ്കിലും നിന്റെ അമ്മയുടെ നായര് ചാണ്ടി ആണേൽ അവിടെ ആ സ്ത്രീയെ ഒരു വൃത്തിയിട്ട രീതിയിൽ ചിത്രീകരിക്കുന്നതായിട്ടാണ് എനിക്ക് വ്യക്തിപരമായി തോന്നിയത്. ചാണ്ടി ഉമ്മനെ ടാർഗറ്റ് ചെയ്യാൻ കൃത്യമായ കാരണമുണ്ട്. കാരണം ഈ ഉമ്മൻചാണ്ടി അധിക്ഷേപിച്ച കേസിൽ വിനായകനെതിരെ മാപ്പ് കൊടുക്കുന്ന രീതിയിൽ ആണ് ചാണ്ടി ഉമ്മൻ അന്ന് നിലപാടെടുത്തത്. അത് വളരെ പ്രശംസിക്കപ്പെട്ടു. അതായത് ചാണ്ടി ഉമ്മൻ കയ്യടി നേടി ആ കാര്യത്തിൽ. കാര്യം ഉമ്മൻചാണ്ടിയുടെ അതേ നിലപാട് തന്നെ. ഉമ്മൻചാണ്ടി ഇത്തരം കാര്യങ്ങൾ ഉണ്ട് കഴിഞ്ഞാൽ ചിരിച്ചു തള്ളുക. അത് കല്ലെറിഞ്ഞപ്പോഴും നെഞ്ചി കൊണ്ടപ്പോഴും അദ്ദേഹം ഒരു ചെറു പുഞ്ചിരിയോടെ അല്ലേ, അത് കുഴപ്പമില്ല സാരമില്ല എന്ന് പറഞ്ഞ കാറക്കേറി പോകുന്ന ഉമ്മൻചാണ്ടിയുടെ അവർക്കൊക്കെ ഇമാതിരി വിസർജ്യങ്ങളെ മൈൻഡ് ചെയ്യാനൊന്നും അവർക്കൊന്നും. പക്ഷെ ഇതൊരു വല്ലാത്ത വിസർജ്യം. ഇത് അപമാനിച്ചിരിക്കുന്നത് ചാണ്ടി ഉമ്മനെ മാത്രമല്ല, ചാണ്ടി ഉമ്മന്റെ അമ്മയും കൂടിയാണ്. കാരണം ഇപ്പൊ നമ്മളോട് ഇപ്പൊ എന്നോടൊരാൾ ചോദിക്കുകയാണ്, നിന്റെ അച്ഛൻ ശേഖരനാണെങ്കിൽ എന്ന് പറയുമ്പോൾ അല്ല എന്ന് കൂടി ഒരു ധ്വനി അതിലുണ്ട്. എന്റെ അച്ഛൻ ശേഖരനാണെന്ന് എന്റെ അമ്മയ്ക്ക് ബോധ്യമുള്ളിടത്തോളം കാലം എനിക്ക് ഈ ചോദ്യത്തിന് ചിലപ്പോൾ മറുപടി കൊടുക്കണ്ട. പക്ഷേ അത് എൻ്റെ വ്യക്തിത്വത്തെയും എന്നെയും അപമാനിക്കുന്നതിന്, എൻ്റെ അമ്മയും അപമാനിക്കുന്നതിന് തുല്യമാണ്. എന്നെ അപമാനിക്കുന്നതിനേക്കാൾ എൻ്റെ അമ്മയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഞാൻ പറയുന്നത് മറിയ ഉമ്മൻ ഇയാൾക്കെതിരെ കേസ് കൊടുക്കണമെന്നാണ് പറയുന്നത്. കാരണം ഇനി ഇയാൾ എങ്ങനെ വിട്ടാൽ അല്ലെ കേസ് കൊടുക്കാന്ന് പറയുന്നത് മരണപ്പെട്ടു പോയ ഒരു മനുഷ്യൻ. അതായത് വിനായകന്റെ കാര്യത്തിൽ വിനായകനെ അവഗണിക്കുക എന്നുള്ളതാണ് പ്രധാനം. അയാൾ എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്? അയാള് ഏതാണ്ട് 10-20 വർഷമായിട്ട് സിനിമാ മേഖലയിലുണ്ട്. ഒരു സിനിമ കൃത്യമായി പറഞ്ഞാൽ കമ്മട്ടിപ്പാടം എന്ന് പറയുന്ന ഒരു സിനിമ മികച്ച രീതിയിൽ അഭിനയിച്ചു. അതിനപ്പുറം വിനായകൻ എന്ന് പറയുന്ന നടൻ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. അതിനുശേഷം വിനായകൻ്റേത് വരുന്ന സിനിമകളെല്ലാം തന്നെ കടുത്ത നിരാശയാണ്. വിനായകൻ്റെ അഭിനയശേഷി എന്താണെന്നുള്ളത് കമ്മട്ടിപ്പാടത്തിൽ ബോധ്യമായിട്ടുണ്ടെങ്കിൽ അതിനുശേഷം വിനായകൻ വെറും സീറോയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ മാധ്യമ ശ്രദ്ധ ഉണ്ടാകുക, ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയിക്കുക, അത് കണക്കാക്കിയാണ്. പിന്നെ മറ്റൊന്നുകൂടിയുണ്ട്, ഈ ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ പുലമ്പുക എന്നുള്ളത് സഹജമായ വാസനയാണല്ലോ എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ പുലമ്പ് വിടുന്നതാണ്, അത് അവഗണിച്ച് വിടുക എന്നുള്ളതാണ് പ്രധാനം. ഇതിന്റെ താഴെ വരുന്ന കുറച്ച് കമന്റ്, നീയും ചാവും, ചത്തു എന്ന് പറഞ്ഞിട്ട് നിന്റെ തന്ത കൂടെ ഉണ്ടല്ലോ, ഒരു തെറിവിളിയാണ്. എന്നിട്ട് അതൊക്കെ കേട്ടിട്ട് തന്നെ അതായത് അരുൺകുമാറിൻ്റെയും പിന്നെ വിനായകന്റെ ഫോട്ടോ വെച്ചിട്ട് രണ്ടും ഒന്ന് തന്നെ. അത് നമ്മളിവിടെ പ്രേക്ഷകരെ കാണിച്ചു തരാം. തന്തയുടെ കൂടെയുള്ള ഫോട്ടോ കലക്കി ചേട്ടാ, അത് ഇനിയും ഉറക്കെ ലാൽ സലാം, സഹാബ് VS ജീവിക്കുന്നു ഞങ്ങളിലൂടെ, അതിന് ചത്തില്ലല്ലോ, അടുത്ത് നിൽക്കുന്നുണ്ടല്ലോ, അല്ല മനുഷ്യർ ജനിക്കുകയും മരിക്കുകയുമാണ് ചെയ്യാറ്, എങ്ങനെ മനുഷ്യനായി പിറന്നു, ശാസ്ത്രം ഇത്ര പുരോഗമിച്ചോ, ആളുകൾ ഒരുമിച്ച് പൊങ്കാലയിടും മുൻപ് സ്വയം പോസ്റ്റ് കുത്തി ഒരു വാക്കുണ്ട് വാങ്ങുന്ന ഒരു മഹാൻ, വയലാർ എഴുതുമോ ഇതുപോലെ, ഇങ്ങനെയാണ് കമന്റുകൾ. കാരണം ആളുകൾക്ക് ഇയാളുടേതായ സ്ഥാനം
ഇയാള് ഇപ്പോ നവ്യ നായരുടെ ഒരു സിനിമയിൽ ഇയാൾ അഭിനയിച്ചല്ലോ, നവ്യ നായർ രണ്ടാമത് തിരിച്ചു വന്നിട്ട് ഒരു സിനിമ, അതിലും അത്യാവശ്യം നല്ല രീതിയിൽ അയാൾ അഭിനയിച്ചിട്ടുണ്ട്. അയാൾ അഭിനയമൊക്കെ ആരും മോശമെന്ന് പറയുന്നില്ല. പക്ഷെ ആ ഒരു കഴിവിനെ ഇയാളായിട്ട് തന്നെ ഇല്ലാതാക്കുന്നു. അതായത് ഉടുമുണ്ട് അഴിച്ചിട്ട് ഫ്ലാറ്റിന്റെ ബാൽക്കണിയിൽ വന്ന് നിന്ന് അപ്പുറം ഇപ്പുറമുള്ള സ്ത്രീകളെ തുണിയില്ലാതെ കാണിക്കുക, പിന്നെ മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് പിന്നെ എയർപോർട്ടുകളിൽ പോയിട്ട് തുണി അഴിച്ചിട്ട് അവിടെ കിടന്ന് പിന്നെ പോലീസുകാരെ തെറി വിളിക്കുക, ഉദ്യോഗസ്ഥരെ തെറി വിളിക്കുക, അത്ര മോശമായ കാര്യങ്ങൾ ചെയ്യുക. പിന്നീട് നാട്ടുകാരെ മുഴുവൻ, അതായത് അന്തം കമ്മികളല്ലാത്തവർ മുഴുവൻ ഇയാൾക്കെതിരാണ്. ഇയാൾ അങ്ങനെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. അന്തം കമ്മികൾ അല്ലാത്തവർ മുഴുവൻ തന്റെ ശത്രുക്കളാണ് എന്ന ഒരു അത്ര പോലും ചിന്തിക്കാൻ വിവരമില്ലാത്ത ഒരു മനുഷ്യനായിപ്പോയി ഇയാൾ. മാത്രമല്ല, ഒരു ചാനൽ ചർച്ചയ്ക്കിടെ ഒരു സ്ത്രീയോട്, ഒരു മാധ്യമ പ്രവർത്തകരോട് എന്തോ അനാവശ്യം ചോദിച്ചതിന്റെ പേരിൽ മാധ്യമങ്ങളെല്ലാം കൂടെ വാരിയിട്ട് അലക്കുകയും ചെയ്തു. അപ്പോ ഈ ഒരു 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 സാമാന്യ ബോധം മനുഷ്യനില്ലേ? അതായത് വിനായകൻ എവിടെയാണ് എത്തി നിൽക്കുന്നതെന്നുള്ള വിനായകൻ മനസ്സിലാക്കണം. കാര്യം രജനീകാന്തിന്റെ സമീപകാല മികച്ച കളക്ഷൻ റെക്കോർഡുകളുള്ള ഒരു സിനിമയാണ് ജയിലർ. അതെ, ആ ജയിലറിൽ രജനീകാന്തിനെതിരെ രജനീകാന്തിന്റെ വില്ലനായിട്ട് അഭിനയിക്കാൻ അവസരം കിട്ടുക. അപ്പോൾ ഒരു അഭിനേതാവെന്ന നിലയിൽ എവിടെയാണ് വിനായകൻ നിൽക്കുന്നതെന്ന് വിനായകൻ മനസ്സിലാക്കണം. അപ്പോൾ അത്ര ഉയരത്തിൽ നിൽക്കുമ്പോൾ വ്യക്തി ജീവിതത്തിലും ആ ഉയർച്ച കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അതായത് ഒരു കലാകാരനെ കലയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ജനം വിലയിരുത്തുന്നത്, അയാളുടെ സ്വകാര്യ ജീവിതത്തിൽ ആ കലയോട് എത്രമാത്രം നീതി പുലർത്തുന്നു എന്നതുകൂടി ജനം വിലയിരുത്തുന്നുണ്ട്. ആണോ ഈ നാട്ടിലെ ഈ പേപ്പട്ടികൾ കാണും, അപ്പോൾ കുറേ എണ്ണത്തിനെയൊക്കെ നമ്മൾ ഓട്ടിച്ചു വിടും. അവസാനം ഇത് ശല്യം സഹിക്കാൻ വയ്യാതെ കഴിയുമ്പോൾ നാട്ടുകാരെല്ലാം കൂടി ഇറങ്ങും. എന്നിട്ട് ഇതിനെ അടിച്ചു കൊല്ലും. അപ്പോൾ കുറേ ഈ മൃഗസ്നേഹികൾ വരും. അതുവരെ ഈ പട്ടി മനുഷ്യനെ കടിച്ചതും ആളുകൾ മരിച്ചതും അല്ലെങ്കിൽ ആളുകൾക്ക് ദോഷം ഉണ്ടാക്കിയതൊന്നും ഈ മൃഗസ്നേഹികൾക്ക് കണ്ണി പിടിക്കില്ല. പക്ഷെ ഈ നായ നമ്മൾ ഈ പിന്നെ അടിച്ചു കൊന്ന് കഴിയുമ്പോൾ ആ നാട്ടിന് ഇതിന്റെ പേരിലൊരു സമാധാനം കിട്ടിക്കഴിയുമ്പോൾ കുറെ എണ്ണം ഇറങ്ങും. അതേ അവസ്ഥയായിരിക്കും ഇയാൾക്കും എന്നുള്ളതാണ്. പേയിളകിയ നായ ഒരു വിഭാഗത്തെ മാത്രമേ കടിക്കുള്ളൂ എന്ന് കരുതരുത്. പേയിളകിയ നായക്ക് കണ്ണി കിട്ടുന്ന ആരെയും കടിക്കും. ഇപ്പൊ വിനായകനെ പിന്തുണയ്ക്കുന്നവർ പ്രത്യേക രാഷ്ട്രീയ വിഭാഗത്തിലുള്ളവരാണ്. കാരണം കടുത്ത ഇടതുപക്ഷ അനുഭാവം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന വിനായകൻ ആ ഇടതുപക്ഷം എന്താണെന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് മനസ്സിലാക്കൂലല്ലോ. അത് മനസ്സിലാക്കിയെങ്കിൽ ഇപ്പൊ യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരാൾ അല്ലെങ്കിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം നമ്മളെ വിട്ട് പിരിഞ്ഞു, വി.എസ്. അച്യുതാനന്ദൻ. അദ്ദേഹത്തിന്റെ ജനപ്രീതി കണ്ടാൽ അല്ലെങ്കിൽ പിന്നെ ജനങ്ങൾ പങ്കെടുക്കുന്ന വിലാപയാത്ര, അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നവർ, ഉമ്മ വയ്ക്കാൻ കൊച്ചു കുട്ടികളടക്കം TV-യിൽ കാണിക്കുമ്പോൾ അതാണ് ഒരു മനുഷ്യൻ ബാക്കി വെച്ചിട്ട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്താണ് ബാക്കി വെച്ചിട്ട് പോയെന്ന് ചോദിച്ചാൽ നമ്മളെക്കുറിച്ച് വീണ്ടും ആ മനുഷ്യൻ നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് നമുക്ക് ബാക്കി വെച്ച് കൊടുക്കാൻ ഉള്ളത്. അല്ലാതെ നമുക്ക് ആരെയും ഒന്നും നേടിയെടുക്കാനില്ല. ഇയാൾക്ക് മരിച്ച ചത്തെന്ന് തന്നെ പറയൂ, ആരും മരിച്ചെന്ന് പറയില്ല. ആ വിനായകൻ അവൻ ചത്തു എന്നല്ലേ പറയുള്ളൂ, മരിച്ചെന്ന് ആരെങ്കിലും പറയുമോ? തീർച്ചയായിട്ടും പിന്നെ എന്താ പറയുക, തന്നെ തൊടാൻ ആരുമില്ല, തന്നെ തൊട്ടാൽ തനിക്ക് ചോദിക്കാൻ ഒരു സർക്കാരുണ്ട്, അല്ലെങ്കിൽ തനിക്ക് പിന്നിലൊരു, ഇതൊക്കെ ആയിരിക്കും ഇയാളുടെ ഒരു തെറ്റിദ്ധാരണ. എനിക്കറിയില്ല ഇയാൾ എന്തിനാണ് ഈ വൃത്തികേടും ഈ തോന്നിവാസമൊക്കെ കാണിക്കുന്നതെന്ന്. എനിക്ക് എത്ര ആലോചിച്ചിട്ടും ഇയാളുടെ സ്വഭാവം നമ്മളിങ്ങനെ ഓരോ സമയത്ത് നോക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് ഇയാൾ എന്താ ഇങ്ങനെയെന്ന്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ചിന്താശേഷി എന്ന് പറയുന്നത് ബോധത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ബോധം ഇല്ലാത്തവൻ എന്താ ചെയ്യുക? ബോധം മറയുമ്പോൾ എന്താ? അത്രേ ഉള്ളൂ. വിനായകനെ അവഗണിക്കുക, അത്രേ ഉള്ളൂ. അയാളുടെ പാട്ടിന് വിട്ടേക്കുക, അവഗണിക്കുമ്പോൾ ഈ ഒരു പരിധി വരെ സമാധാനം ഉണ്ടാവും. അതെ.